ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ ടിക്ക റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 2 ടീസ്പൂണ് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് പെപ്പർ പൗഡർ, അതുപോലെ തന്നെ 1 ടീസ്പൂണ് കസൂരി മേത്തി, ഒരു 1/2 ടീസ്പൂണ് മസാല പൗഡർ, അതുപോലെ തന്നെ ഒരു ബേ ലീഫും ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് റെഡ് ചില്ലി ഫ്ലേക്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 to 3 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ലെമൺ കൂടി ഇതേപോലെ ഒന്ന് സ്ക്വീസ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2-3 ടേബിൾ സ്പൂണ് കേർഡ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂണ് വിനേഗർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാഗ്നേറ്റ് ചെയ്യാനായിട്ട് ഒരു 20 മിനിറ്റ്സ് അങ്ങനെ വെക്കുന്നുണ്ട്. മിനിറ്റ്സിന് ശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി അത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാന് വെക്കുന്നുണ്ട്. ഫ്രൈ അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കന് ആഡ് ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ വേറെ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ഇതൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 1/2 കുക്കാവുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ചിക്കനൊക്കെ മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു 1/2 കുക്കായി വന്നിട്ടുണ്ട് ചിക്കനൊക്കെ. അതിന് ഇനി ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിൽ ആവശ്യത്തിനുള്ള കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോർമൽ കുക്കിംഗ് ഓയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഈ ഒരു ഗ്രേവി ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചിക്കൻ ഏകദേശം ഇവിടെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള ചിക്കനും കൂടി ഇതിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമ്മളെ ഗ്രേവി ഇവിടെ മാഗ്നേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രേവി ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ആ ഒരു ഓയിലും ഒക്കെ കൂടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ്സ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ നമ്മളെ സ്പെഷ്യൽ ചിക്കൻ ടിക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാനിവിടെ ഹമ്മൂസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മുന്നേ ചെയ്തൊരു വീഡിയോയിൽ ഞാൻ ഹമ്മൂസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ചിക്കൻ പ്ലേറ്റിലേക്ക് മാറ്റാം. ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് കൊറിയാൻഡർ ലീവ്സ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹമ്മൂസും അതുപോലെ തന്നെ ഗാർലിക് പേസ്റ്റും കുബൂസും ആണ് ഇതിൻ്റെ മെയിൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഒരു ഫ്രണ്ട് തന്ന റെസിപ്പി വെച്ചിട്ടാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.